ഞാൻ മടങ്ങി വരാം. പ്രശാന്ത് ശിവൻ, ഇതിങ്ങനെ അനുവദിക്കപ്പെടാമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഹമാസ് നേതാക്കളുടെ സാന്നിധ്യം അത് ജീവിച്ചിരിക്കുന്ന ആളുകൾ തന്നെ ഇവിടെ വെർച്വലായി പങ്കെടുക്കുന്ന സാഹചര്യമുണ്ടായി. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഇവിടെ കൊണ്ടുവന്നു. മുസ്ലിം ലീഗ് എതിർത്തില്ലല്ലോ. മുസ്ലിം ലീഗ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നയങ്ങൾ പൂർണ്ണമായും പിന്തുടരുന്ന അവസ്ഥയിലേക്ക്, അവർ ശരീഅത്ത് നിയമം നടപ്പാക്കണമെന്ന് പറയുന്ന ആ അവസ്ഥയിലേക്ക് മുസ്ലിം ലീഗ് എത്തിപ്പെട്ടിരിക്കുകയാണ്. സ്വാഭാവികമായി വിമർശിക്കില്ല. ഇതേ ശക്തികൾ തന്നെയാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ശക്തികൾ തന്നെയാണ് ഈ തൃത്താല ഉത്സവത്തിൽ നമ്മൾ കണ്ടത്, ആ ഉറൂസിനോടനുബന്ധിച്ച് നമ്മൾ കണ്ടത്. ഇതിൽ അതിശക്തമായ നടപടി അനിവാര്യമല്ലേ? ഇവിടെ ഈ കഴിഞ്ഞ ദിവസം തൃത്താലയിലുണ്ടായ സംഭവം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു വസ്തുതയാണ്. ഹമാസിൻ്റെ നേതാക്കന്മാരും ഭീകരവാദികളും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് 7-8 മാസം പ്രായമായ പിഞ്ചു കുഞ്ഞുങ്ങളെ അവരുടെ മാതാപിതാക്കളുടെ കൺമുന്നിലിട്ട് ബലാത്സംഗം ചെയ്യുന്ന ഭീകരവാദികൾ, 80-90 വയസ്സ് പ്രായമുള്ള വയോധികരായ വൃദ്ധകളെ അവരുടെ കൊച്ചുമക്കളുടെ മുന്നിലിട്ട് വരെ ബലാത്സംഗം ചെയ്യുന്ന ആളുകൾ, സ്വന്തം പിഞ്ചു കുഞ്ഞിനെ മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന അമ്മയുടെ കയ്യിൽ നിന്ന് പിഞ്ചു കുഞ്ഞിനെ പറിച്ചു വാങ്ങി പാടത്തേക്ക് വലിച്ചെറിഞ്ഞു കൊന്ന് ആ അമ്മയെ തെരുവിലൂടെ വലിച്ചു കൊണ്ടുപോയ ഭീകരവാദികൾ, ആ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ നേതൃത്വം കൊടുത്ത ആ സംഘടനയുടെ നേതാക്കന്മാരുടെ ചിത്രം ഇവിടെ ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ ഉയർത്തുന്നതിലൂടെ അതേ ഭീകരവാദ പ്രവർത്തനങ്ങളെ ഞങ്ങളും പിന്തുണയ്ക്കുന്നു എന്ന സന്ദേശമാണ് ഇവിടെ തൃത്താലയിലെ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുൻപിലെ ആ ആളുകൾ ചെയ്തിട്ടുള്ളത്. അവരെ തള്ളിപ്പറയുവാൻ, ഹമാസിനെ എതിർക്കുന്നു എന്ന് പറയുന്ന ആളുകൾ, നേരത്തെ ഹാഷ് പറഞ്ഞു ഹമാസ് അത്തരത്തിലുള്ള ഭീകരവാദ സംഘടനയുടെ നേതാക്കന്മാരുടെ പടം ഉയർത്തിയവരും ഭീകരവാദികളെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുവാനുള്ള ആർജവമുണ്ടോ അവർക്ക്? അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് പറയാനുള്ള നട്ടലുണ്ടോ അവർക്ക്? ഇവിടെ നേരത്തെ VT ബൽറാം എല്ലാം വ്യക്തമാക്കി പറഞ്ഞു എന്ന് പറഞ്ഞു. ഹമാസ് ഭീകരവാദികൾക്കെതിരെ പറഞ്ഞത് മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞു എന്ന് വളച്ചൊടിച്ച VT ബൽറാം ഹമാസിനെതിരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. കാരണം ബൽറാമിന്റെ മുട്ടുവറയ്ക്കും ഹമാസ് ഭീകരവാദികൾക്കെതിരെ പറയുവാനായിട്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന ആളുകളെയും ഭീകരവാദികളായിട്ടേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. രണ്ടാമത്, ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞുപോയി, അജ്മൽ കസബിന് വേണ്ടി മയ്യത്ത് നിസ്കാരം നടത്തിയ ഏതെങ്കിലും ആളുകൾ, അതിർത്തിയിൽ പാകിസ്ഥാന്റെ ഭീകരവാദികളുടെ വെടിയേറ്റ് പിടഞ്ഞു മരിച്ച ഏതെങ്കിലും ഇന്ത്യൻ സൈനികർക്ക് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കാരം നടത്താൻ ഇവർ തയ്യാറായി മുന്നോട്ട് വരുമോ? അപ്പൊ ഇത്തരത്തിൽ ചെയ്യുന്ന ആളുകളെ എതിർത്തില്ല എന്ന് പറയുന്നതിനർത്ഥം മൗനമായി അവർക്ക് പിന്തുണ കൊടുക്കുന്നു എന്ന് തന്നെയാണ്. ഇതിനെതിരെ ശക്തമായി കേരളത്തിലെ മുഴുവൻ സമൂഹവും ഒറ്റക്കെട്ടായി എതിർക്കേണ്ട ഒരു കാലഘട്ടമാണിത്. ഇതിനെതിരെ ശക്തമായ നിയമ നടപടികൾ കൈക്കൊള്ളേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള, നേരത്തെ ഇവിടെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി പറഞ്ഞുപോയ കൂട്ടത്തില് ഈ പറയപ്പെടാതെ പോയ കുറച്ച് കാര്യങ്ങളുണ്ട്. കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം തന്നെയാണെന്ന് പറഞ്ഞു. പക്ഷേ ഹമാസിന്റെ നിലപാടതല്ല. ഹമാസ് ഭീകരവാദികളുടെ നിലപാട് കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമല്ല എന്നാണ്. അപ്പൊ അത്തരത്തിലുള്ള ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന ആളുകൾ, അവരുടെ നിലപാടും കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമല്ല എന്നാണ്. അങ്ങനെ അത്തരത്തിൽ എന്തെങ്കിലും വ്യാമോഹം നിങ്ങളുടെ മനസ്സിനകത്തുണ്ടെങ്കിലേ അതൊക്കെ അങ്ങ് മാറ്റിവെച്ചേക്കുക. കാരണം ഇന്ത്യ ഭരിക്കുന്നത് നട്ടലുള്ള ഭരണാധികാരികൾ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഇത്തരത്തിലുള്ള ഇവിടെ പാലസ്തീനോ ഇസ്ലാമിക സഹോദരന്മാരോ അല്ല വിഷയം, ഹമാസ് ഭീകരവാദികളാണ് വിഷയം. ആ ഹമാസ് ഭീകരവാദികളുടെ ചിത്രം അത് ഏത് പരിപാടിയിലാണെങ്കിലും ഉയർത്തിയത് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ ഇത്തരം ശക്തികളെ പിന്തുണയ്ക്കുന്നവർ ഒന്ന് ഓർക്കുക, മലയാളികളാണ് നാണം കെട്ടു പോകുന്നത്. ഈ കേരളത്തിൽ നിന്നുള്ളവരുടെ വിസയൊക്കെ ഇസ്രായേല് പുതുക്കുന്ന കാര്യത്തിലൊക്കെ വലിയ മടി കാണിക്കുകയാണ്.